ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേൺ ടിപ്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കെമിസ്ട്രിയിൽ നമ്മൾ പ്ലസ് ടുവിലെ ചാപ്റ്റർ 2 സൊല്യൂഷൻസ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ 2.4.2 റൗട്ട്സ് ലോസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ അവിടെ വരെയായിരുന്നു നോക്കിയത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വേർഷൻ 2.4.3 പേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻസ് ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്സ്. ഈ ഒരു പോർഷൻ ഞാൻ ലിക്വിഡ് സൊല്യൂഷനിലെ റൗൾട്ട്സ് ലോയുടെ ആ ഗ്രാഫ് വരച്ചപ്പോൾ സൊല്യൂഷൻ സോളിഡ് ഇൻ ലിക്വിഡിൻ്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കുന്നതെന്നും കൂടെ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. പക്ഷെ ഇതെന്താന്ന് നമുക്കൊന്ന് നോക്കാം. Another important class of solutions consists of solids dissolved in liquid, for example sodium chloride, glucose, urea and cane sugar in water, and iodine and sulfur dissolved in carbon disulfide. എന്താ അനദർ ഇമ്പോർട്ടൻറ്റ് ക്ലാസ് ഓഫ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് എന്താ? സോളിഡ് എതിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നു? ലിക്വിഡിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ NaCl, സോഡിയം ക്ലോറൈഡ്, അതുപോലെ പഞ്ചസാര, ഗ്ലൂക്കോസ്, അതുപോലെ യൂറിയ, കെയിൻ ഷുഗർ, ഇവരൊക്കെ എന്തിന് വെള്ളത്തിനകത്ത് ഡിസോൾവ് ചെയ്തിരിക്കുന്നത് ഒരു ഇക്വേഷനാണ്. ഇവരൊക്കെ എന്താ? സോളിഡുകളാണ്. ഗ്ലൂക്കോസ്, യൂറിയ, സോഡിയം ക്ലോറൈഡ്, ഇവരൊക്കെ സോളിഡ് സബ്സ്റ്റൻസ് ആണ്. അത് എന്തിനകത്ത് ഡിസോൾവ് ചെയ്തിരിക്കുന്നു? വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്തിരിക്കുന്നു. അത് പോളാർ സോൾവെൻ്റ് ആണ് വാട്ടർ. ഇനി വേറൊരു ഗ്രൂപ്പ് ഏതാ? അയഡിനും സൾഫറൊക്കെ, അതൊക്കെ നോൺ പോളാർ ആയിട്ടുള്ളവർ നോൺ പോളാർ സോൾവെൻ്റ് ആയിട്ടുള്ള കാർബൺ ഡൈസൾഫൈഡിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നു. അത് വേറൊരു എക്സാമ്പിളാണ് സോളിഡ് ലിക്വിഡിൽ മിക്സ് ചെയ്തിരിക്കുന്നതിന്. Some physical properties of these solutions are quite different from those of pure solvents. ഇവിടെ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ കോൺസെപ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കണം. കാരണം ഇനി നമ്മൾ പഠിക്കുന്ന സൊല്യൂഷൻസിലെ പോർഷൻസിലൊക്കെ ഈ ഒരു കോൺസെപ്റ്റ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ വേണം. എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? സം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദീസ് സൊല്യൂഷൻസ്. ഈ സൊല്യൂഷനുകളുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എപ്പോഴും അവർ പ്യുവറായിട്ടിരിക്കുമ്പോൾ, അതായത് വെള്ളമായിട്ടിരിക്കുമ്പോഴും വെള്ളത്തിനകത്ത് എന്തെങ്കിലും കലക്കി കഴിഞ്ഞിട്ടോ ഉള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസും എന്ത് ചെയ്തിരിക്കും? രണ്ടും ഡിഫറെൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ പറയാം. വേപ്പർ പ്രഷർ. വി ഹാവ് ലേൺഡ് ഇൻ യൂണിറ്റ് 5 ക്ലാസ് that liquids at a given temperature vaporizes, and under equilibrium condition the pressure exerted by the vapors of the liquid over the liquid phase is called vapor pressure. എന്താ വേപ്പർ പ്രഷർ എന്ന് ഞാൻ പറഞ്ഞു തന്നതാ. എന്താ? നമ്മളത് 11th പഠിച്ചതാ. വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ലിക്വിഡിൽ നിന്ന് വേപ്പറായിട്ട് മാറി കഴിയുമ്പോഴത്തേക്ക് വേപ്പർ ഫേസ് ഈ സൊല്യൂഷൻ്റെ മുകളിൽ എന്ത് ചെയ്യും? ഒരു പ്രഷർ കൊടുക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. In a pure liquid, the entire surface is occupied by the molecules of the liquid. ഈ ഫിഗർ നോക്കിക്കേ, ഫിഗർ 2.4a. അപ്പം പ്യുവർ സോൾവെൻ്റ് ആണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിളാണ് ഞാൻ ഷുഗർ ആൻഡ് വാട്ടർ സൊല്യൂഷൻ എക്സാമ്പിൾ എടുക്കാം. വെള്ളമായിട്ടിരിക്കുന്നതാണ് ഫസ്റ്റിലത്തെ പടമൊന്ന് ഓർക്കുക. പ്യുവർ സോൾവെൻ്റ് ആണ്, പ്യുവർ വാട്ടറാണ്. അപ്പം എന്താ? പ്യുവർ വാട്ടർ ആയിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ സർഫസ് ഫുൾ ആരായിരിക്കും? വാട്ടർ കമ്പോണൻ്റ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? വേപ്പർ ഫേസിലേക്ക് പോകുന്നതും ടെമ്പറേച്ചർ കൂടുമ്പോൾ വേപ്പർ ഫേസിലേക്ക് പോകുന്ന കമ്പോണൻറ്റ് കൂടുതൽ ഏത് തന്നെയായിരിക്കും? വാട്ടറിൻ്റെ വോളറ്റൈൽ ആയിട്ടുള്ള ഈ സോൾവെൻറ്റിൻ്റെ കമ്പോണൻറ്റ് തന്നെയായിരിക്കും. ഇനിയും ഫിഗർ 2.4b നോക്കുക. ഇഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് ആഡഡ് ടു എ സോൾവെൻറ്റ്, അതായത് വാട്ടറും ഞാൻ പറഞ്ഞ പോലെ ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ ആയിരിക്കുന്നെങ്കിൽ ആ സർഫസിൽ ആരൊക്കെ കാണും? ഷുഗറിൻ്റെ മോളിക്യൂൾസും കാണും, വാട്ടറിൻ്റെ മോളിക്യൂൾസും കാണും. ആ ഫിഗറിനകത്ത് ഉണ്ട്. രണ്ട് തരത്തിലുള്ള പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. 1 mole ഓഫ് സോൾവെൻറ്റും 1 mole ഓഫ് സൊല്യൂട്ടും കൂടെയുണ്ട്. അതായത് സർഫസിൽ ഇപ്പോൾ ആരൊക്കെ വരും?
സൊല്യൂട്ടിൻ്റെ പാർട്ടിക്കിൾസും വരും, സോൾവെൻറ്റിൻ്റെ പാർട്ടിക്കിൾസ് വരും. അങ്ങനെ വരുമ്പം എന്താ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ നോൺ വോളറ്റൈലാണ് അല്ലെങ്കിൽ ലെസ് വോളറ്റൈലാണ്. അപ്പം സർഫസിലുള്ളവരാണല്ലോ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നത്, വേപ്പർ ഫേസിലേക്ക് മാറുന്നത്. ഇത് സോളിഡിൻ്റെ ആൾക്കാരും കൂടി സർഫസിലുള്ളത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ഒരു സൊല്യൂഷൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് വേപ്പർ പ്രഷർ കുറവായിരിക്കും, അല്ലെങ്കിൽ വേപ്പർ ഫേസിലേക്ക് കടന്നു പോകുന്ന മോളിക്യൂൾസിൻ്റെ എണ്ണം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വേപ്പർ പ്രഷർ കുറവായിരിക്കും. ഈ രണ്ട് പിക്ചർ നോക്കാമെങ്കിൽ കാണാം, ഇവിടെ ഒരുപാട് വേപ്പർ ഫേസിലേക്ക് പോകുന്ന മോളിക്യൂൾസ് ഉണ്ട്. എന്നാൽ ഇവിടെ നോക്കാമെങ്കിൽ സെക്കൻഡ് പിക്ചറിൽ നോക്കാമെങ്കിൽ കാണാം എന്താ വളരെ കുറവ് മാത്രമേ പോകുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്താ, സർഫസിൽ സോളിഡിൻ്റെ പാർട്ടിക്കിൾസും വന്നിരിക്കും. സോളിഡ് എന്ന് പറയുന്നത് ലെസ് വോളറ്റൈൽ ആയതുകൊണ്ട് തന്നെ വേപ്പർ പ്രഷർ കുറവായിരിക്കും. അപ്പോൾ എന്താ അവർ പറയുന്നത്, ദ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഈസ് സോൾലി ഫ്രം ദ സോൾവെൻറ്റ് അലോൺ. ഫസ്റ്റ് പിക്ചറിനകത്താണെങ്കിൽ സോൾവെൻറ്റിൽ നിന്ന് മാത്രമാണ് എന്ത് വേപ്പർ പ്രഷർ ഈസ് സോൾലി ഫ്രം ദ സോൾവെൻറ്റ് അലോൺ, സോൾവെൻറ്റിൽ നിന്ന് മാത്രമാണ്. ദിസ് വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ This vapor pressure of the solution at a given temperature is found to be lower than the vapor pressure of the pure solvent at the same temperature. ഈ വേപ്പർ പ്രഷർ സൊല്യൂഷൻ അതേ സെയിം ടെമ്പറേച്ചറിൽ തന്നെയുള്ള ഇതേ എന്താ വേപ്പർ പ്രഷർ സൊല്യൂഷൻ ആണെങ്കിൽ എന്തായിരിക്കും, പ്യുവർ സോൾവെൻറ്റ് അതേ ടെമ്പറേച്ചറിൽ തന്നെ പ്യുവർ സോൾവെൻറ്റിൻ്റെ എത്രയാണ് വേപ്പർ പ്രഷർ അതിനേക്കാളും കുറവായിരിക്കും. കാരണം എന്താ, പ്യുവർ സോൾവെൻറ്റിൽ എപ്പോഴും അതിൻ്റെ മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വേപ്പറായിട്ട് കടന്നു പോകുന്നത് അതിൻ്റെ മോളിക്യൂൾസ് മാത്രമായിരിക്കും, എണ്ണം കൂടുതലായിരിക്കും കടന്നു പോകുന്നത്. പക്ഷെ ഇവിടെ ആണെങ്കിലോ സോളിഡ് വന്ന് സർഫസിലിരിക്കുന്നതുകൊണ്ട് വേപ്പറായിട്ട് മാറുന്നത് മോളിക്യൂൾസ് സൊല്യൂഷനകത്ത് കുറവായിരിക്കും. പ്യുവറായിട്ടിരിക്കുന്ന സോൾവെൻ്റ് ആണെങ്കിൽ കൂടുതലും ആയിരിക്കും. അപ്പം ഇൻ ദ സൊല്യൂഷൻ ദ സർഫസ് ഹാസ് ബോത്ത് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ് മോളിക്യൂൾസ്. സൊല്യൂഷനകത്ത് എന്തൊക്കെയുണ്ട്, സൊല്യൂഷൻ്റെ കേസിൽ ആരൊക്കെയുണ്ട്, സൊല്യൂട്ടും ഉണ്ട്, സോൾവെൻറ്റ് മോളിക്യൂൾസും ഉണ്ട്. ദെയർ ബൈ ഫ്രാക്ഷൻ ഓഫ് ദി സർഫസ് കവേർഡ് ബൈ ദ സോൾവെൻറ്റ് മോളിക്യൂൾസ് റെഡ്യൂസ് ആകും. കോൺസിക്വൻ്റ് അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ദ നമ്പർ ഓഫ് സോൾവെൻറ്റ് മോളിക്യൂൾസ് എസ്കേപ്പിംഗ് ഫ്രം ദ സർഫസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന മോളിക്യൂൾസ് കുറയും. ആൻഡ് ദസ് ദ വേപ്പർ പ്രഷർ ഈസ് ഓൾസോ റെഡ്യൂസ്. അങ്ങനെ വരുമ്പോൾ ആരും കുറയും, വേപ്പർ പ്രഷറും കുറയും. The decrease in the vapor pressure of solvent depends on the quantity of non-volatile solute present in the solution. In the solvent വേപ്പർ പ്രഷറിൽ ഉള്ള ഡിക്രീസിന് കാരണം അല്ലെങ്കിൽ എന്തിനെ ആശ്രയിച്ചിരിക്കും, ഒരു സൊല്യൂഷനിൽ എന്ത് ക്വാണ്ടിറ്റി ഓഫ് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള, അതായത് വേപ്പറായിട്ട് മാറാൻ കഴിവില്ലാത്ത സൊല്യൂട്ട് എത്രത്തോളം ഉണ്ടോ അത് ആശ്രയിച്ചിരിക്കും, അതിനെ ആശ്രയിച്ചിരിക്കും എന്ത്, സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് നേച്ചർ. അതെന്തായിക്കോട്ടെ, പോളാർ ആയിക്കോട്ടെ നോൺ പോളാർ ആയിക്കോട്ടെ, എന്താണെങ്കിലും നോൺ വോളറ്റൈൽ സൊല്യൂട്ട് എത്രയുണ്ടോ അത് ആശ്രയിച്ചിരിക്കും ഒരു സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിലെ കുറവ്, വേപ്പർ പ്രഷർ കുറയുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഡിക്രീസ് ഇൻ ദി വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ ബൈ ആഡിങ് 1 mole ഓഫ് സൂക്രോസ് ടു 1 kilogram ഓഫ് വാട്ടർ ഈസ് നിയർലി സിമിലർ ടു ദാറ്റ് produced by adding 1 mole of urea to the same quantity of water at the same temperature. എന്താ, സൂക്രോസ് എന്ന് പറയുന്നത് ഒരു പോളാറായിട്ടുള്ള കമ്പോണൻ്റ് ആണ്. യൂറിയ എന്ന് പറയുന്നത് നോൺ പോളാറാണ്. ഇവർ രണ്ടുപേരും എന്തിനകത്തോട്ട് ആഡ് ചെയ്യുന്നത്, വെള്ളത്തിനകത്ത് തന്നെ. വെള്ളം എന്ന് പറയുന്നത് പോളാറാണ്. അപ്പം വെള്ളത്തിനകത്തോട്ട് പോളാറായിട്ടുള്ള സൂക്രോസ് ആഡ് ചെയ്യുമ്പോഴും ഉണ്ടാവുന്ന വേപ്പർ പ്രഷറിൻ്റെ കുറവ് തന്നെയായിരിക്കും എന്താ, നോൺ പോളാറായിട്ടുള്ള യൂറിയ പോളാറായിട്ടുള്ള വെള്ളത്തിൽ ആഡ് ചെയ്യുമ്പോഴും. അപ്പോൾ ഏത് നേച്ചറാണെങ്കിലും, പോളാറായിക്കോട്ടെ നോൺ പോളാറായിക്കോട്ടെ, ആഡ് ചെയ്യുമ്പം എന്തിനെ മാത്രം ആശ്രയിക്കുന്നത്, അതിൻ്റെ എമൗണ്ടിനെ മാത്രം ക്വാണ്ടിറ്റി മാത്രം ആശ്രയിക്കുന്നത്, അതിൻ്റെ നേച്ചറിനെ ആശ്രയിക്കുന്നില്ല. സൂക്രോസ് ആഡ് ചെയ്താലും
സെയിം എമൗണ്ട് ഓഫ് യൂറിയയും സെയിം എമൗണ്ട് ഓഫ് സൂക്രോസ് ആണ് ആഡ് ചെയ്തപ്പോഴും വെള്ളത്തിന് സംഭവിച്ച വേപ്പർ പ്രഷറിലുള്ള ഡിക്രീസ് സെയിം ആയിരുന്നു. റൗൾട്ട്സ് ലോ ജനറലായിട്ട് അപ്പം നമുക്ക് എങ്ങനെ പറയാം? For any solution, the partial vapor pressure of each volatile component in the solution is directly proportional to its mole fraction. Volatile component ഒരു സൊല്യൂഷനിലെ വോളറ്റൈൽ കമ്പോണൻറ്റിൻ്റെ പാർഷ്യൽ പ്രഷർ എന്തിനെ ആശ്രയിച്ചിരിക്കും? അതിൻ്റെ മോൾ ഫ്രാക്ഷൻ, അതിൻ്റെ ക്വാണ്ടിറ്റിയെ ആശ്രയിച്ചിരിക്കും. ക്വാണ്ടിറ്റി ഏത് ടേമിലാണ് പറയുന്നത്? മോൾ ഫ്രാക്ഷൻ്റെ ടേമിലാണ്. അതുകൊണ്ടാണ് നമ്മൾ മോൾ ഫ്രാക്ഷനെ ആശ്രയിച്ചിരിക്കുന്നു പറയുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി കൂടുകയാണെങ്കിൽ വേപ്പർ പ്രഷർ കൂടും വോളറ്റൈൽ കമ്പോണൻറ്റിൻ്റെ. ക്വാണ്ടിറ്റി കുറയുവാണെങ്കിൽ പാർഷ്യൽ വേപ്പർ പ്രഷർ ആ കമ്പോണൻറ്റിൻ്റെ കുറയും. In a binary solution, let us denote the solvent by 1 and solute by 2. When the solute is non-volatile, only the solvent molecules are present in vapor phase and contribute to vapor pressure. റൗൾട്ട്സ് ലോ പറഞ്ഞപ്പം ഞാൻ ഗ്രാഫ് പറഞ്ഞായിരുന്നു. എന്താ ബൈനറി സൊല്യൂഷൻ, ഒന്നാമത്തെ സൊല്യൂഷൻ സോൾവെൻറ്റിനെ ഫസ്റ്റ് 1 എന്ന് കൊടുത്തു, സൊല്യൂട്ടിനെ 2 എന്ന് കൊടുത്തു. സൊല്യൂട്ട് നോൺ വോളറ്റൈലാണ്, അതായത് സോൾവെൻറ്റിൽ മിക്സ് ചെയ്യുന്ന ആൾ നോൺ വോളറ്റൈൽ ആണെങ്കിൽ നമുക്ക് ആരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. വേപ്പർ പ്രഷർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾ ആരായിരിക്കും? ഉള്ളി സോൾവെൻറ്റ് മോളിക്യൂൾസ് ആയിരിക്കും. ലെറ്റ് P1 be the vapor pressure of the solvent, Chi1 be the mole fraction, and P10 be its vapor pressure in the pure state, then according to Raoult's law. അപ്പോൾ കണ്ടോ, സൊല്യൂട്ടും സോൾവെൻറ്റും സൊല്യൂട്ട് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്തിരിക്കുകയാണെങ്കിൽ സോളിഡ് ഇൻ ലിക്വിഡ്, സൊല്യൂട്ട് എന്ന് പറയുന്നത് അല്ലെ സോളിഡ് എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ ആണെങ്കിൽ നമ്മൾ ആരുടെ വേപ്പർ പ്രഷറെ മാത്രം എടുത്താൽ മതി? P1ൻ്റെ മാത്രം എടുത്താൽ മതി. P1 proportional to Chi1, P1 equal Chi1 into P10. The proportionality constant is equal to the vapor pressure of the pure solvent P10. A plot between the vapor pressure and the mole fraction of the solvent is linear. കണ്ടോ, വേപ്പർ പ്രഷറും മോൾ ഫ്രാക്ഷനും കൂടെ വരുമ്പോൾ ഒരാളുടെ കാര്യം മാത്രം എടുത്താൽ മതി അല്ലേ? പി ടോട്ടൽ എന്ന് പറയുന്നത് P1 മാത്ര, അതായത് P10 ഇൻറ്റു Chi1. അപ്പോൾ ഒരാളുടെ മാത്രം ഗ്രാഫിൻ്റെ കാര്യമുള്ളൂ, ഒരു കമ്പോണൻറ്റിൻ്റെ മാത്രം കാര്യമുള്ളൂ. മറ്റേതാണെങ്കിലോ ലിക്വിഡ് ഇൻ ലിക്വിഡ് ആയിരുന്നപ്പോൾ നമ്മൾ കണ്ടതല്ലേ എങ്ങനെയായിരുന്നു ഗ്രാഫ്? 2 കമ്പോണൻറ്റിൻ്റെ ഇപ്പുറത്തും കൂടെ ഉണ്ടായിരുന്നു, രണ്ട് കമ്പോണൻറ്റിൻ്റെയും കാണിക്കണമായിരുന്നു. ഇവിടെ പക്ഷേ സൊല്യൂട്ട് നോൺ വോളറ്റൈൽ ആണെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പം ഒരു കമ്പോണൻറ്റിൻ്റെ സോൾവെൻറ്റിൻ്റെ മാത്രം കാണിച്ചാൽ മതി. അപ്പോൾ ഇന്ന് ഇത്രയാണ് നോക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ബാക്കി പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.